സോമേഷ് പെരുവലൂർ ആദ്യം തകർച്ചയെ നേരിട്ടെങ്കിലും ആരാണ് കരുത്തായത് ഇന്ത്യൻ ഇന്നിംഗ്സിന്? അരുൺകുമാർ, കഴിഞ്ഞ 2023 ലോകകപ്പ് ഫൈനലിൽ അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ വെച്ച് ഇന്ത്യക്ക് നഷ്ടമായത് വലിയ ഒരു പ്രതീക്ഷയായിരുന്നു. അതായത് ഓസ്ട്രേലിയയോട് തോറ്റാണ് ഇന്ത്യ സ്വന്തം മൈതാനത്ത് ആ ലോകകപ്പ് നഷ്ടമായത്. അതിന് പ്രതികാരമെന്നോണം, മധുര പ്രതികാരമെന്നോണം ഈ വീണ്ടും ഒരു ICC ടൂർണമെൻറ്റിൽ ഒരു സെമി ഫൈനലിൽ ഓസ്ട്രേലിയ തകർത്തുകൊണ്ട് ഇന്ത്യ ഫൈനലിലേക്ക് മുന്നേറിയിരിക്കുകയാണ്. ആദ്യം ബാറ്റ് ചെയ്ത ഓസ്ട്രേലിയ 264 റൺസ് എന്ന സ്കോറിൽ ഒതുങ്ങിയിരുന്നു, അല്ലെങ്കിൽ ഇന്ത്യൻ ബോളർമാർ ഒതുക്കിയിരുന്നു. മുഹമ്മദ് ഷമി 3 വിക്കറ്റും ഒപ്പം തന്നെ രവീന്ദ്ര ജഡേജ 2 വിക്കറ്റും വരുൺ ചക്രവർത്തി 2 വിക്കറ്റും വീഴ്ത്തിക്കൊണ്ട് ഓസ്ട്രേലിയ 264 റൺസിൽ ഒതുക്കിയപ്പോൾ മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ ഓപ്പണർമാരെ തുടക്കത്തിൽ നഷ്ടമായെങ്കിലും വിരാട് കോഹ്ലിയുടെ വലിയ ഒരു ചെറുത്തുനിൽപ്പിൻ്റെ ഫലമായി ഇന്ത്യ 6 വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ 4 വിക്കറ്റിൻ്റെ ജയം സ്വന്തമാക്കിയിരിക്കുകയാണ്. ഓവറും 5 പന്തും ബാക്കി നിൽക്കെ മാത്രമാണ് ഇന്ത്യയുടെ വിജയം. ഇന്ത്യക്ക് വേണ്ടി വിരാട് കോഹ്ലി 98 പന്തിൽ 84 റൺസും ശ്രേയസ് അയ്യർ 62 പന്തിൽ 45 റൺസും എടുത്തു. KL രാഹുൽ 34 പന്തിൽ 42 റൺസുമായി പുറത്താകാതെ നിൽക്കുകയും ചെയ്തു. അവസാനം ഒരു സിക്സറോടെയായിരുന്നു KL രാഹുൽ കളി ജയിപ്പിച്ചത്. ഇനി ഇന്ത്യക്ക് ഞായറാഴ്ചയാണ് ഫൈനൽ. അതിൽ ഞായറാഴ്ച ന്യൂസിലാൻഡ് ദക്ഷിണാഫ്രിക്ക ടീം മത്സരത്തിലെ എതിരാളികളെയാണ് നേരിടേണ്ടി വരിക. ഒരുപക്ഷെ അപ്പോഴും ഇന്ത്യൻ ആരാധകർക്ക് ഒരു ചെറിയ പേടിയുണ്ടാകും. ICC ടൂർണമെൻറ്റുകളിൽ ഇന്ത്യക്ക് എപ്പോഴും വില്ലന്മാരായിട്ടുള്ളത് ഓസ്ട്രേലിയയും ഒപ്പം തന്നെ ന്യൂസിലാൻഡുമാണ്. എന്നാൽ ഓസ്ട്രേലിയയുടെ തലവേദന ഇന്ത്യ മറികടന്നിരിക്കുന്നു. ഓസ്ട്രേലിയക്കെതിരെ ആ ലോകകപ്പ് ഫൈനലിൻ്റെ ആ മധുര പ്രതികാരം വീട്ടിയിരിക്കുന്നു. ഇനി നേരിടാനുള്ളത് ഓസ്ട്രേലിയ കഴിഞ്ഞു, ഇനി ന്യൂസിലൻഡോ ദക്ഷിണാഫ്രിക്കയോ ആണ്. എന്തായാലും ആധികാരിക ജയം എന്ന് തന്നെ പറയാം. ഓസ്ട്രേലിയക്കെതിരെ ആധികാരിക ജയം നേടിക്കൊണ്ട് ഇന്ത്യ ഫൈനലിലെത്തിയിരിക്കുന്നു. ഓക്കെ, താങ്ക് യു. സോമേഷ് പെരുവലൂരാണ് ചേർന്നത്. ഓസ്ട്രേലിയക്കെതിരെ 4 വിക്കറ്റ് വിജയം.